പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 ദിവസം മുമ്പ് നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ ഒരു മുഖ്യ വാർത്തയായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞു സഹോദരി വിനോദിനിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഒരു കൃത്രിമ കൈ നൽകുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇന്നത്തെ നമ്മുടെ സംസാരം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരാൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഒരു വിഷയം സംഭവിക്കുമ്പോൾ അത് നമ്മുടേതായി കാണാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മളുടെ വീട്ടിലെ കുഞ്ഞ് സ്വാഭാവികമായും മുറ്റത്ത് കളിക്കുന്നു. ആ കളിക്കുന്ന സമയത്ത് വീഴുക, പരിക്ക് പറ്റുകയൊക്കെ സ്വാഭാവികമാണ്. ഈ വിനോദിനി എന്ന സഹോദരിക്ക്, നമ്മുടെ കുഞ്ഞനുജത്തിക്ക് കൈക്കാണ് ഫ്രാക്ഷൻ സംഭവിക്കുന്നത്. ഈ കൈയുമായി ബന്ധപ്പെട്ടിട്ട് സ്വാഭാവികമായിട്ടും നല്ല സാമ്പത്തികമായ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളാണെങ്കിൽ ഏറ്റവും നല്ല ഹോസ്പിറ്റലിലേക്ക് അവർ പോകും. അവരുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഒക്കെ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും, വളരെ നിർധനമായ കുടുംബത്തിൽ, പാവപ്പെട്ട ഒരു കുടുംബമാണ് അവരുടെ കുടുംബം. സ്വാഭാവികമായും അവര് ജില്ലാ ആശുപത്രിയെ സമീപിക്കുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾക്ക് ഒരു മെഡിക്കൽ സയൻസിന്റെ ABCD അറിയാത്ത ആളുകൾക്ക് പോലും അറിയാം, ഒരു മുറിവിന് ചുറ്റും ബാൻഡേജോ അല്ലെങ്കിൽ പ്ലാസ്റ്ററോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് അതിനടുത്ത് കിടന്ന് വിങ്ങി അതിന് ഗുരുതരമായ മറ്റു പ്രത്യാഘാതങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്നുള്ളത് മെഡിക്കൽ സയൻസിന്റെ ABCD അറിയാത്ത ആളുകൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. ഈ ഒരു ഡോക്ടർ എന്ത് ചെയ്യുന്നു? സ്വാഭാവികമായും അതിനുള്ള മുറിവുകൾ ശ്രദ്ധിക്കാതെ മറ്റു ട്രീറ്റ്മെന്റ് ചെയ്ത് ആ കുട്ടിക്ക് ബാൻഡേജ് ഇട്ടെന്ന് തോന്നുന്നു. ഇത് അവസാനം വലിയ കൈ മുറിച്ച് മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു. നമ്മുടെ വീട്ടിലെ ഒരു കുട്ടിയുടെ കൈയാണ് മുറിച്ചു മാറ്റിയെന്ന് ആലോചിച്ച് നോക്കുക. ആരൊക്കെ എന്തൊക്കെ കൃത്രിമ കൈ നൽകിയാലും മഹാന സൃഷ്ടാവ് നൽകിയിട്ടുള്ള ഈ ഒരു നമ്മുടെ അവയവം, ആ അവയവത്തിന് പകരം വെക്കാനോ അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു അറ്റത്തെങ്കിലും എത്താനോ ഈ കൃത്രിമ അവയവങ്ങൾ കൊണ്ട് സാധിക്കില്ല എന്നുള്ളത് ഒരു സത്യമാണ്. ഏതായാലും കിട്ടിയത് ആശ്വാസകരം. കൊടുത്ത പ്രതിപക്ഷ നേതാവിന് അഭിനന്ദനങ്ങൾ. ഇവിടെ നമ്മൾ ഉയർത്തേണ്ട ചോദ്യം, ഈ ഒരു ഇൻസിഡന്റ് സംഭവിച്ചു, ഇത് സംഭവിക്കാൻ കാരണമായിട്ടുള്ള സിസ്റ്റം, ഡോക്ടർമാർ, ഈ ഡോക്ടർമാർക്കൊക്കെ എന്തെങ്കിലും പണിഷ്മെന്റ് കൊടുക്കാൻ നമ്മുടെ സിസ്റ്റത്തിന് സാധിച്ചിട്ടുണ്ടോ? ആ പണിഷ്മെന്റ് അവർക്ക് കൊടുക്കണമെന്ന് പറയാൻ ഈ പ്രതിപക്ഷത്തിന് ഇവിടെ സാധിച്ചിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും ഇങ്ങനെ ഒരു ഇൻസിഡന്റ് സംഭവിക്കുമ്പോൾ അതിന് കൃത്യമായ പിഴയോ കോമ്പൻസേഷനോ ശിക്ഷയോ ലഭിച്ചില്ലെങ്കിൽ സ്വാഭാവികമായും വീണ്ടും അത് ആവർത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്യേണ്ടത്, ഈ ഒരു അവയവം നഷ്ടപ്പെട്ട നമ്മുടെ കുഞ്ഞു സഹോദരി വിനോദിനിക്ക് ഈ ഡോക്ടറിൽ നിന്നും ഒരു നിശ്ചിത തുക, ഒരു നഷ്ടപരിഹാരം എന്നുള്ള നിലക്ക് വാങ്ങിക്കൊടുക്കാൻ ഇവിടുത്തെ സിസ്റ്റം തയ്യാറാവേണ്ടതില്ലേ? ലക്ഷക്കണക്കിനോ പതിനായിരക്കണക്കിനോ രൂപ ശമ്പളം വാങ്ങുന്നവരാണല്ലോ ഈ ഡോക്ടർമാരൊക്കെ. അവരുടെ സാലറിയിൽ നിന്നും, നമ്മുടെ നികുതി പണത്തിൽ നിന്നുമാണ് അവർ ശമ്പളം വാങ്ങുന്നത്. അപ്പോൾ ഇത്തരം കൃത്യവിലോപങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ സാലറിയിൽ നിന്നും ഒരു നിശ്ചിതമായ തുക, ഒരു 20-25 ലക്ഷം രൂപ പതിയെ അവരുടെ സാലറിയിൽ നിന്ന് ഈടാക്കുന്ന സിസ്റ്റം ഉണ്ടാകുമ്പോൾ ഇത്തരം വീഴ്ചകൾ വരാതിരിക്കാൻ കഴിവിന്റെ പരമാവധി ഇത്തരം ആളുകൾ ശ്രദ്ധിക്കുമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ജയ് ഹിന്ദ്.